ഭക്ഷണപ്രിയനാണല്ലേ? കുറെ നാളായി ഇത്ര രുചിയോട്ട് ഭക്ഷണം കഴിച്ച. അവിടെ ജയിൽ ഫുഡാണല്ലോ. ജയിൽ ഫുഡൊന്നും അല്ല, ബംഗ്ലാവില് 3-4 ഡോക്ടേഴ്സ് കൂടിയിട്ടാണല്ലോ എന്റെ ഭക്ഷണ കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ മതി. അതുകൊണ്ട് ഡേറ്റിംഗാ. എന്റെ തടി കൂടാതിരിക്കാൻ, എനിക്ക് അസുഖം വരാതിരിക്കാൻ എല്ലാം ഡാഡിയുടെ ഏർപ്പാടാ. അതിനെ ഞാൻ ജയിൽ ഫുഡ് എന്നാ പറയാം. ഈ ബംഗ്ലാവ് ജീവിതം മടുത്തന്നെ. എന്നും പോലീസ് സെക്യൂരിറ്റി, 10-300 പരിചാരകര്. റിയലി ബ്യൂട്ടിഫുൾ. ഡാഡി എന്ത് ചെയ്യുന്നു? ഡാഡി ചെത്തിന്റെ ചെത്ത് കക്ഷിയാ, അബ്കാരിയാ. നേരാ തിരുമേനി. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതെന്താ പോകാതിരുന്നേ? അവിടെ സ്കൂളിലില്ലോ. അല്ല അപ്പച്ച, അതൊരു വലിയ കഥയാ. അത് പിന്നീട് പറയാം. ഇപ്പൊ അവൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. തിരിച്ചാറോടിക്കോ. രണ്ട് കഷ്ടം. ഇതൂടെ കുറച്ച് അമ്മച്ചി കുറച്ച് മോര് കാച്ചത് ഒഴിക്കട്ടെ. എന്റെ മോളുണ്ടാക്കിയതാ. കുട്ടി കാച്ചിയതാ? കുട്ടി കാച്ചിയാണെങ്കിൽ കുറച്ച് കാച്ച ചെരിഞ്ഞോളൂ. ബ്യൂട്ടിഫുൾ. എന്റെ മോളാ റോസ് കുട്ടി. ആരുടെ മോളാണ്? എന്റെ മോൾ. താങ്ക്സ്. സത്യത്തിൽ ഈ റോസ് ഇളപ്പനാരാ? ദാണ്ടെ നിൽക്കണു. ഇടിക്കുകയാണല്ലോ. അതെ അതെ, ബീഫും കൂടെ കഴിക്കുന്നേ. ഇതാ പപ്പടം കൊണ്ടുപോകും. കഴിക്കും. ആള് ചേച്ചിയാണെങ്കിൽ എന്റെ സ്വന്തം ഡ്രൈവർ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. സാറേ, ബീഫ് ഫ്രൈ ഞാനുണ്ടാക്കിയതാ. ആണോ? ആ പോരാ, മസാല പിടിച്ചില്ല. ബീഫ് മൂത്തായിരുന്നു. വറുത്തരച്ചെങ്കിലും അങ്ങോട്ട് ഉഷാറായി. കുറച്ച് നാളെ കുത്തുകൊണ്ടിട്ടെങ്കിൽ പൊളിച്ച് അടുത്ത് തന്നെ കുറച്ച് നെഞ്ചടി മേടിച്ചിട്ട് ഞാൻ ഒലത്തി തരാം. സാറിനപ്പ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയോ? ഉണ്ടാക്കാൻ മുടുക്കണ ഒഴുത്തി പറയല്ല, ഞാൻ ഭയങ്കര കുക്കറാ. 1000 പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്കൊരു 6 മണിക്കൂർ മതി. 6 മണിക്കൂർ മതിയോ? എന്റെ അമ്മോ. അതൊക്കെ ഇരിക്കട്ടെ സാറേ, ഈവനിങ് ചായക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണോ? എനിക്ക് ഗോതമ്പ് കഴിച്ചത് 4 ദിവസം.